1919 ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് വെങ്കടേശ്വര അയ്യരുടെയും പാർവതി അമ്മയുടെയും 7 മക്കളിൽ മൂത്ത ആളായിട്ടാണ് ആ പ്രതിഭാശാലി ജനിച്ചത്. അച്ഛൻ ബാങ്ക് ജീവനക്കാരനായിരുന്നു. അമ്മ വളരെ സംഗീത വിദുഷി. മനോഹരമായ കീർത്തനങ്ങൾ അമ്മ പാടുന്നത് കേട്ടാണ് ആ ശൈശവം. 6 വയസ്സായപ്പോഴേക്കും അമ്മ പാടിക്കേട്ട് ഏകദേശം 74ഓളം കീർത്തനങ്ങൾ ആ കുട്ടി ഹൃദിസ്ഥമാക്കിയെന്ന് പറയുമ്പോൾ എത്ര പ്രതിഭാശാലിയാണ് ആ കുട്ടിയെന്ന് ഓർത്തു നോക്കൂ. മകൻ്റെ സംഗീതത്തിലുള്ള ഈ വൈദഗ്ധ്യം കണ്ട് വെങ്കടേശ്വര പോറ്റി എന്ന ആളുടെ അടുത്ത് സംഗീതം പഠിക്കുവാൻ ഏർപ്പെടുത്തി. വളരെ കുറഞ്ഞ കാലം 2.5 വർഷം മാത്രമാണ് പഠിച്ചത്. തൻ്റെ 13ാമത്തെ വയസ്സിൽ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അമ്പലപ്പുഴ കൃഷ്ണക്ഷേത്രത്തിൽ ആദ്യമായിട്ട് കച്ചേരി അരങ്ങേറി. പിന്നീടൊരു ജൈത്രയാത്രയായിരുന്നു. ആ കൗമാരക്കാരൻ്റെ ശബ്ദം കേൾക്കുവാൻ എല്ലാ കച്ചേരികളിലും ആളുകൾ തടിച്ചുകൂടി. ധാരാളം കച്ചേരികളുമായിട്ട് തൻ്റെ സംഗീതയാത്രയും അതോടൊപ്പം തൻ്റെ സ്കൂൾ പഠനവും തുടർന്നു. ഒരു 16 വയസ്സായി കാണും. അർദ്ധരാത്രി കൂരിച്ചൊരിയുന്ന മഴയാണ്. വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് തൻ്റെ ഇല്ലത്തിൻ്റെ വാതിൽ ആരോ മുട്ടുന്നു. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് കടുവാകൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ ഗഞ്ചിറ വിദ്വാനെയാണ്. അദ്ദേഹം പറഞ്ഞു, മോനെ, നമുക്ക് ഉടൻ വൈക്കത്ത് പോകണം. നാളെ വൈക്കത്തൊരു കച്ചേരിയുണ്ട് രാവിലെ. അയ്യോ, അർദ്ധരാത്രി കോരിച്ചൊരിയുന്ന മഴ. പക്ഷേ സംഗീതത്തെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന ആ കൗമാരക്കാരൻ പോകാൻ തയ്യാറായി. സംഗീതം ജീവവായുവായി കൊണ്ടു നടക്കുന്ന അമ്മ അനുഗ്രഹിച്ചു. കോരിച്ചൊരിയുന്ന ആ മഴയത്ത് അർദ്ധരാത്രിയിൽ ആ ഗഞ്ചിറ വിദ്വാൻ്റെ കൂടെ ആ കൗമാരക്കാരൻ നടന്നു. അങ്ങനെ അമ്പലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും അവർ വൈക്കത്തേക്ക് യാത്ര തിരിച്ചു. രാവിലെ 8 മണിയോടെയാണ് വൈക്കത്തെത്തിയത്. അവിടുന്ന് കുളിച്ച് ഭഗവാനെ തൊഴുതു. പിന്നീടായിരുന്നു ആ കച്ചേരി. ആഹാ, എത്ര മനോഹരമായ കച്ചേരിയായിരുന്നു! ആ സുന്ദരമായ കച്ചേരിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെട്ടു. പിന്നീട് വൈക്കത്തപ്പൻ്റെ ഉപാസകനായി 3.5 വർഷത്തോളം വൈക്കത്ത് അദ്ദേഹം തങ്ങി. എത്രയെത്രയോ കച്ചേരികൾ. ചില രാത്രികളിൽ, അതായത് ചില ദിവസങ്ങളിൽ 18 മണിക്കൂറുകളോളം നീണ്ടു എന്നാണ് ആ സംഗീത അർച്ചന. വൈക്കത്ത് പൂജാരി രാവിലെ അതിവെളുപ്പിനെ അമ്പലം തുറക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെയാണ് അത്രേ ആ കച്ചേരി തീർന്നിട്ടുള്ളത്. എന്നിട്ട് കുളിച്ചിട്ട് അദ്ദേഹവും നിർമാല്യം തൊഴാൻ പോകും. 3.5 വർഷത്തോളം വൈക്കത്തപ്പനെ നിർമാല്യം തൊഴുത മറ്റൊരാളുണ്ടാവില്ല. അത്രയും വലിയ താപസ്യായിരുന്നു ആ സംഗീതജ്ഞൻ. തൻ്റെ ഇഷ്ടദൈവമായ വൈക്കത്തപ്പൻ്റെ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഒരു ചെറിയ ബെഞ്ചിൽ ദീർഘാകായനായ ആ പ്രതിഭാശാലി ചുരുണ്ട് കിടക്കുന്നത് ഇപ്പോഴും പലരും ഓർക്കുന്നുണ്ടത്രേ. ഏതായാലും വൈക്കത്തപ്പൻ്റെ ഏറ്റവും പ്രിയ ഗായകനായി മാറിയ അദ്ദേഹം പിന്നീട് തൻ്റെ സംഗീതയാത്രയുടെ ഒരു സബരി എന്നോണം 1942 ചെന്നൈയിലെത്തി. അവിടെയും തൻ്റെ കച്ചേരികൾ മുടക്കമില്ലാതെ തുടരുകയും അവിടെ ഒരു സംഗീത വിദ്യാലയം തുടങ്ങുകയും ചെയ്തു. അന്നത്തെ വളരെ വളരെ പ്രതിഭാശാലികളായ ഗായകരും ഗായികമാരുമെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യകളായി മാറി. പി ലീലയമ്മ, എം.ബി. കോമളം, NC വസന്തകോകിലം, കവിയൂർ രേവമ്മ, ഇവരൊക്കെ ആ ഗണത്തിൽപ്പെട്ടവരാണ്. ഏറെ ദുഃഖം നിറഞ്ഞ ഒരു അനുഭവം അദ്ദേഹത്തിന് അക്കാലത്തുണ്ടായി. പ്രശസ്തയായ ഒരു ഗായിക അദ്ദേഹത്തെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് സംഗീതം പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഗുരുവായി വരുന്ന ആ സംഗീത താപസിയുടെ മുന്നിൽ വളരെ അഹങ്കാരത്തോടെ ഗമയോടുകൂടി തൻ്റെ വീട്ടിലെ സെറ്റിയിൽ അവർ ഇരുന്നിട്ട് ഒറ്റ ചോദ്യം, അല്ല, സംഗീതമൊക്കെ അറിയുമോ? ഒരു കീർത്തനം ഒന്ന് പാടൂ, കേൾക്കട്ടെ. ആ താപസി വൈക്കത്തപ്പനെ മനസ്സിൽ സ്മരിച്ചു. ഈ അഹങ്കാരിക്ക് മുന്നിൽ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം പാടിയ കീർത്തനം, അദ്ദേഹം നമ്മളെ വിട്ട് പിരിയുവോളം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രയും സുന്ദരമായി അദ്ദേഹം എവിടെയും പാടിയിട്ടില്ല എന്നാണ്. കാരണം അത് അദ്ദേഹമല്ലത്രേ പാടിയത്, സാക്ഷാൽ വൈക്കത്തപ്പനാണ് പാടിയെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണും ആ സംഗീത താപസി, ആ സംഗീത വിദുഷി, ആ മഹാമേരു ആരാണെന്ന്. മറ്റാരുമല്ല, നമ്മളുടെ ഏറ്റവും പ്രിയങ്കരനായ ഈശ്വരതുല്യനായ നമ്മളുടെ ദക്ഷിണാമൂർത്തി സ്വാമിയെക്കുറിച്ചാണ്
ഞാൻ പറയുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമി പിന്നീട് എത്രയെത്രയോ ഗാനങ്ങൾ, നല്ല തങ്ക എന്ന സിനിമയാണ് ആദ്യമായി അദ്ദേഹം സംഗീതം ചെയ്തത്. എത്രയെത്രയോ സിനിമകൾക്ക് വേണ്ടി അദ്ദേഹം സംഗീതം ചെയ്തു. എത്രയോ മഹത് വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ പാട്ടുകൾ പാടി. തമിഴിലും മലയാളത്തിലുമായി 1400-ലധികം ഗാനങ്ങൾ. അതിനു പുറമെ ഭക്തിഗാനങ്ങൾ, എന്തിനേറെ പറയുന്നു, കലാമണ്ഡലത്തിൻ്റെ സംഗീത നാടകങ്ങളിൽ അദ്ദേഹം ഈണമിട്ടു. പിന്നെ സിംഫണികൾ ഒരുക്കി. അദ്ദേഹം എന്ത് ചെയ്തു എന്നല്ല, എന്ത് ചെയ്തില്ല എന്നതാണ് സംഗീതത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് തീരില്ല. മഹാസംഗീതജ്ഞൻ, ഇന്ത്യയിലെ 10 സംഗീതജ്ഞന്മാരിൽ ഒരാളായ നമ്മുടെ ഇളയരാജ സാർ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംഗീതം പഠിക്കുവാൻ ചെന്നത്രേ. പിന്നീട് ആ സംഗീത പഠനം അദ്ദേഹം നിർത്തുകയാണ് ചെയ്തത്. അതിന് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? എന്നെക്കൊണ്ട് പറ്റില്ല, സ്വാമി പാടിയതുപോലെ പാടാൻ എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് ആ സൗഹൃദം മാത്രം മതി എന്ന് പറഞ്ഞ് തൻ്റെ സംഗീത പഠനം നിർത്തിയിട്ട് ദക്ഷിണാമൂർത്തി സ്വാമിയെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കാണുകയും തൊഴുത് അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങുകയും ചെയ്തിരുന്നത് മറ്റാരുമല്ല, ഇളയരാജ സാറാണെന്ന് ഓർക്കണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ ഗംഗയ്യമരൻ സാർ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ, എല്ലാവരെയും നമ്മൾ മാഷെന്ന് വിളിക്കും. ഇപ്പോൾ ദേവരാജൻ മാഷ്, അർജുനൻ മാഷ്, രവീന്ദ്രൻ മാഷ്, അല്ലെങ്കിൽ രാഘവൻ മാഷ്, ഇതൊക്കെ സംഗീത പ്രതിഭകൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സ്വാമിയെ സ്വാമികളെന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാഷ് എന്ന് വിളിക്കാത്തത് എന്ന് ഗംഗയ്യമരൻ സാർ ഒരിക്കൽ ചോദിച്ചു. നമ്മളുടെ ചിത്രചേച്ചിയും ശരത്തേട്ടനും ഒക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണത് ചോദിച്ചത്. പക്ഷേ അവർക്കാർക്കും മറുപടി പറയാൻ കഴിയാതിരുന്നപ്പോൾ ഗംഗയ്യമരൻ സാർ പറഞ്ഞത് എന്താണെന്നറിയോ? സ്വാമി ചെയ്യുന്നത് സംഗീതമല്ല, അദ്ദേഹം വരമാണ് നൽകുന്നത്. ഈശ്വരന്മാർക്ക് മാത്രമേ വരം നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വാമി എന്ന് വിളിക്കുന്നതെന്നാണ്. ഇതിൽ കൂടുതൽ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ? പറഞ്ഞാൽ തീരില്ല. എത്രയെത്രയോ മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുക്കിത്തന്നത്. പൊൻവെയിൽ മണിക്കച്ച, പാട്ടുപാടി ഉറക്കാൻ ഞാൻ താമരപ്പൂവും പൈതലേ, വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു, വാതിൽ പഴുതിലൂടൻ മുന്നിൽ കുങ്കുമം വാരു വിതറും സന്ധ്യ പോകെ. ആഹാ, പറഞ്ഞാൽ തീരില്ല അദ്ദേഹം ചെയ്ത ഗാനങ്ങളുടെ മധുരിമ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ ഗന്ധർവൻ ദാസേട്ടൻ്റെ കുടുംബത്തിന് ഒരു മഹാഭാഗ്യം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ജോസഫ് സാറിനെയും അതുപോലെ ദാസേട്ടനെയും വിജയ് യേശുദാസിനെയും അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെയും സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ ദക്ഷിണാമൂർത്തി സ്വാമികൾ. ആ അനുഗ്രഹ വർഷം, ആ ഗുരുകടാക്ഷം ദാസേട്ടൻ്റെ കുടുംബത്തിന് ആവോളം ലഭിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, കാവ്യമേള എന്ന സിനിമയിലും അതുപോലെ ചന്ദ്രോത്സവം എന്ന നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ സിനിമയിലും നമ്മളുടെ ദക്ഷിണാമൂർത്തി സ്വാമി അഭിനയിച്ചു. നമ്മുടെ ലാലേട്ടനും ആ അനുഗ്രഹം ലഭിക്കുകയുണ്ടായി. 2000 അദ്ദേഹം കണ്ണൂർ ഒരു ക്ഷേത്രത്തിൽ സരസ്വതി മണ്ഡപത്തിന് തറക്കല്ലിടുകയും പിന്നീട് ആ സരസ്വതി മണ്ഡപം അവിടെ ഉണ്ടാവുകയും സർക്കാർ അത് ഇന്ന് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മ്യൂസിയമായി മാറ്റുകയും ചെയ്തു. 2013 ആ മഹാതാപസി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. എത്രയെത്ര ഗാനങ്ങൾ പകർന്നു തന്ന നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയെ ഇന്ന് ഓർത്ത് പറയാൻ കാരണം, പ്രസാദം എന്ന സിനിമയിൽ ഭാസ്കരൻ മാഷിൻ്റെ രചനയിൽ ഖരഖരപ്രിയ രാഗത്തിൽ അതിസുന്ദരമായ ഒരു ഗാനം സ്വാമി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദാസേട്ടൻ പാടിയ സുന്ദരമായ ഗാനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ശ്രീരാഗത്തിൻ്റെ ഗായകൻ അശോകനാണ് പാടുന്നത്. അശോകൻ്റെ മധുരമായ ആ ആലാപനത്തിലേക്ക്. പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ
പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ ആളിമാരൊത്തുകൂടി ആമ്പൽപ്പൂ കടവിങ്കൽ ആയില്യപ്പൂനിലാവിൽ കുളിക്കാൻ പോയി പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി ഇളം കാറ്റിലിളകുന്ന വല്ലി പോലെ പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ കേളി നീരാട്ടിന് കളിച്ചിറങ്ങി അവൾ താളത്തിൽ പാട്ടുപാടി തുടിച്ചിറങ്ങി കേളി നീരാട്ടിന് കളിച്ചിറങ്ങി അവൾ താളത്തിൽ പാട്ടുപാടി തുടിച്ചിറങ്ങി അവളുടെ നെറ്റിയിലെ വരമഞ്ഞൾ കുറിയാലെ അരുവിയിൽ ചെമ്പൊന്നിൻ പൊടി കലങ്ങി പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ. പ്രിയപ്പെട്ടവരെ, അശോകൻ്റെ ശബ്ദത്തിൽ ഘരഘരപ്രിയ രാഗത്തിലെ ഈ ഗാനം നിങ്ങൾ കേട്ടുവല്ലോ. ഈ ഗാനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. NSK രാഗപരിചയത്തിൽ പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതാണ്. അതോടൊപ്പം ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. NSK രാഗപരിചയം ഓൺലൈനായിട്ട് സംഗീതം പഠിപ്പിക്കുവാൻ ആരംഭിക്കുന്നുണ്ട്. ഉടനെ അതുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ രാഗപരിചയം ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറുകൾ കൊടുക്കുന്നതാണ്. ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. NSK രാഗപരിചയത്തിൻ്റെ പുതിയ എപ്പിസോഡിൽ പുതിയ സംഗീത വിശേഷവുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം നിലമ്പൂർ സുനിൽ.